ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കെതിരായ കേസിൽ സംഘപരിവാറിനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭ മുഖപത്രം ദീപിക. ക്രൈസ്തവരെ ആക്രമിക്കുന്ന ബജ്രംഗ് ദളിന് കാവൽ നിൽക്കുകയല്ലേ എന്ന് കേന്ദ്രം ഭരിക്കുന്നവർ ആത്മപരിശോധന നടത്തണമെന്ന് മുഖപ്രസംഗം. കന്യാസ്ത്രീകളെ പുറത്തിറക്കിയത് മാത്രമല്ല, അകത്താക്കിയതും ആരുടെ ബലത്തിലാണെന്ന് ക്രൈസ്തവർക്കറിയാമെന്നും മുഖപ്രസംഗത്തിൽ പരാമർശമുണ്ട്. TV പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, ഈ കന്യാസ്ത്രീകളിൽ ജയിലിൽ കഴിയുന്ന സമയത്ത് തന്നെ ദീപികയിൽ വലിയ തരത്തിലുള്ള വിമർശനം ഉയർന്നിരുന്നു. ഇവിടെ കേൾക്കും, അവിടെ വിലക്കും, ഇവിടെ പ്രീണനവും അവിടെ പീഡനവും എന്നുള്ള തരത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നത് ഇപ്പോൾ ജാമ്യം ലഭിച്ച് കന്യാസ്ത്രീകൾ പുറത്തിറങ്ങിയതിനു ശേഷവും അതിരൂക്ഷ വിമർശനം തുടരുന്നുണ്ട്. ചില ചോദ്യങ്ങൾ പ്രസക്തമാണ്. ദീപികയുടെ വിമർശനം എങ്ങനെയാണ് പ്രസാദ്? അതിരൂക്ഷമായ വിമർശനമാണ് റോഷ്നി കത്തോലിക്ക മുഖപത്രമായ ദീപികയുടെ മുഖപ്രസംഗം ഇന്ന് എഴുതിയിരിക്കുന്നത്. ഇന്നലെ പാമ്പ്ലാനിയുടെ പ്രസ്താവനയോടെ എല്ലാവരും കരുതിയത് ക്രൈസ്തവ സഭകളെല്ലാം ഈ വിഷയത്തിൽ ഒരു മൃദു സമീപനമാണ് എന്നായിരുന്നെങ്കിൽ ഇന്ന് രാവിലെ ദീപിക പത്രം പുറത്തിറങ്ങിയതോടുകൂടി കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. രാജ്യത്തെ സംഘപരിവാർ സംഘടനകളെ അതിരൂക്ഷമായി വിമർശിക്കുകയും ഒപ്പം മോദി സർക്കാരിനെ പരിഹസിക്കുകയും ചെയ്യുകയാണ് ഇന്നത്തെ മുഖപ്രസംഗം എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ ഭയത്തോടെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാന ഉള്ളടക്കം. ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനോടുകൂടി താരതമ്യം ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. പാകിസ്ഥാനിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എങ്ങനെയാണോ വേട്ടയാടപ്പെടുന്നത്, പീഡിപ്പിക്കപ്പെടുന്നത്, അതിന് സമാനമായ സാഹചര്യമാണ് രാജ്യത്തുള്ളതെന്നും ദീപിക ദിനപത്രം പറയുന്നു. വർഗീയതയ്ക്കുമേൽ മതേതരത്വം നേടിയ വിജയമാണ് കഴിഞ്ഞ 10 ദിവസം കണ്ടത്. ആ മതേതരത്വത്തിന്റെ കൊടി പിടിച്ചത് കേരളമാണെന്ന് പ്രത്യേകം ഓർക്കണം. നേരത്തെ റോഷ്നി പറഞ്ഞതുപോലെ അകത്താക്കിയത് ആരാണെന്നറിയാം. അതേ ആളുകൾ തന്നെയാണ് പുറത്തിറക്കിയതും അകത്താക്കിയതും ഒരേ ആളാണെന്നുള്ള കാര്യം മറന്നുപോകരുതെന്ന് വ്യക്തമായി ദീപിക ദിനപത്രം പറയുകയാണ്. അതിന്റെ വാചകങ്ങളിലേക്ക് വന്നാൽ, ജാമ്യം വർഗീയതയ്ക്കുമേൽ മതേതര സാഹോദര്യത്തിന്റെ വിജയം എന്നാണ് ദീപിക പറയുന്നത്. വർഗീയ കൂട്ടങ്ങൾ ഇവിടെ തന്നെ ഉള്ളതിനാൽ ആരും പിരിഞ്ഞു പോകരുത്. ഓരോ വാചകങ്ങളും വളരെ ശ്രദ്ധയോടെ കടുത്ത വിമർശനങ്ങളോടെയാണ് എഴുതിയിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ മുഖം അടിച്ചു പൊളിക്കാൻ വർഗീയവാദികൾ നാട് നിരങ്ങുന്നു എന്നുള്ളതാണ് അതിലെ മറ്റൊരു വാചകം. അക്രമം അഴിച്ചുവിട്ട ജ്യോതി ശർമ്മയ്ക്കെതിരെ ഒരു പെറ്റി കേസ് പോലും ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതാണ് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പരിഹസിക്കുകയാണ് ദീപികയിലൂടെ. താൽക്കാലിക ആശ്വാസത്തിനൊപ്പം ആഹ്ലാദിക്കാൻ ഒന്നുമില്ലെന്ന് ദീപിക പറയുന്നതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്. രാജ്യത്ത് ക്രിസ്ത്യാനികൾ അഭിമുഖീകരിക്കുന്ന ഈ കടുത്ത പ്രതിസന്ധി, ഒരു ഭയം, അതെല്ലാം ഈ മുഖപ്രസംഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. റോഷ്നി, യെസ്, എന്തായാലും കടുത്ത വിമർശനം തന്നെ മുഖ പ്രസംഗത്തിലൂടെ ഉന്നയിക്കുകയാണ് ദീപിക. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.